മറ്റൊരാളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഒരാളുടെ വിജയിച്ച വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം എന്താണ് ഉയരുന്നത്? സന്തോഷമാണോ അതോ ഒരു ചെറിയ തരത്തിലുള്ള അസൂയയാണോ? ആ ചോദ്യത്തിന് ആത്മാർത്ഥമായി ഉത്തരം കഴിയുന്നവർ തന്നെ വളരെ കുറവാണ്. കാരണം നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുവാൻ പറ്റൂ. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു ചെറിയ വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. അതിനരികിൽ മറ്റൊരു വിളക്ക് കൂടി തെളിഞ്ഞു. ആദ്യത്തെ വിളക്ക് ഭയപ്പെട്ടില്ല. അയ്യോ, എൻ്റെ വെളിച്ചം കുറയുമോ എന്ന് അത് ചിന്തിച്ചില്ല. കാരണം ഒരു വിളക്കിന്റെ വെളിച്ചം മറ്റൊരു വിളക്ക് തെളിയിച്ചതുകൊണ്ട് ഒരിക്കലും കുറയില്ല. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. മറ്റൊരാളുടെ ജീവിതം നിങ്ങളുടെ അവസരങ്ങൾ ഒരിക്കലും കവർന്നെടുക്കില്ല. നിങ്ങളുടെ പ്രകാശം അത് മങ്ങിക്കുകയുമില്ല. ആകാശത്തിൽ ആയിരക്കണക്കിന് നക്ഷത്രം ഒരുമിച്ച് തിളങ്ങുന്നത് പോലെ ഓരോ മനുഷ്യനും തിളങ്ങാൻ ഒരു പ്രത്യേക സമയമുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, അസൂയയുടെ നിശബ്ദ വിഷം. പക്ഷെ നമ്മുടെ മനസ്സ് നമ്മളെ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും. അവന് നല്ല ജോലി കിട്ടി, അവൾക്ക് നല്ല മാർക്ക് കിട്ടി, അവൻ്റെ ബിസിനസ് നല്ല ഉഷാറായി വളർന്നുകൊണ്ടേയിരിക്കുന്നു, എന്നേക്കാൾ അവർ മുന്നിലാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ മറ്റൊരാളെയല്ല, നമ്മുടെ മനസ്സിനെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. അസൂയ പുറത്ത് ശബ്ദമുണ്ടാക്കില്ല, അത് പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തെ പതുക്കെ നഷ്ടപ്പെടുത്തും, ഹൃദയത്തിലെ സന്തോഷം കവർന്നെടുക്കും. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരേ സത്യം. ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു, അദ്വേഷ്ട സർവഭൂതാനാം. ആരോടും അസൂയയില്ലാത്തവനും എല്ലാവരോടും സൗഹൃദവും കരുണയും പുലർത്തുന്നവനെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുക. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരസ്പരം അസൂയപ്പെടരുത്. 3 വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒരേയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അസൂയയല്ല, ആശംസയാണ് മനുഷ്യനെ ഉയർത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങളുടെ സമയവും വരും. നിങ്ങൾ ഒരു തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അവിടെ റോസാപ്പൂക്കൾ ഉണ്ടാവും, മുല്ലപ്പൂക്കൾ ഉണ്ടാവും, സൂര്യകാന്തി ഉണ്ടാവും. പക്ഷെ അവയൊന്നും പരസ്പരം മത്സരിക്കുന്നില്ല. റോസാപ്പൂ മുല്ലപ്പൂവായി മാറാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ഓരോ പൂവും അതിൻ്റെതായ സമയത്ത് വിരിയുന്നു, അതിൻ്റെതായ സൗന്ദര്യത്തിലും. ജീവിതവും അങ്ങനെ തന്നെയാണ്. കമ്പാരിസൺ സ്റ്റീൽസ് ജോയ്. നിങ്ങളുടെ സമയം നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല. അത് വരേണ്ട സമയത്ത് തീർച്ചയായും വരും. നെക്സ്റ്റ് പോയിന്റ്, ഒരു വലിയ മനസ്സിൻ്റെ അടയാളം. അടുത്ത തവണ നിങ്ങളുടെ ഒരു സുഹൃത്തിന് പ്രൊമോഷൻ കിട്ടിയെന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും വീട് വെക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥിക്ക് റാങ്ക് കിട്ടുമ്പോൾ, ഒരു യൂട്യൂബർക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ നേടിയാൽ ആ നിമിഷം നിർത്തൂ. ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പറയൂ, നിനക്കായി ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. ആ വാക്ക് അവരെ മാത്രമല്ല നിങ്ങളെയും അനുഗ്രഹിക്കും. കാരണം മറ്റൊരാളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഹൃദയത്തിനെയാണ് ദൈവം ഏറ്റവും മനോഹരമായി അനുഗ്രഹിക്കുന്നത്. മറ്റൊരാളുടെ വിജയം നിങ്ങളുടെ പരാജയത്തിൻ്റെ തെളിവല്ല, അത് പ്രപഞ്ചത്തിൽ വിജയത്തിനായി ഇനിയും ഒരുപാട് സ്ഥലം ബാക്കിയുണ്ടെന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ വിജയത്തിൽ അസൂയപ്പെടരുത്. മറ്റൊരാളുടെ വിജയത്തിൽ കൈയടിക്കൂ, ആശംസിക്കൂ, പ്രാർത്ഥിക്കൂ, സന്തോഷിക്കൂ. കാരണം വിശാലമായ ഹൃദയത്തിൽ സമാധാനം വളരും. സമാധാനത്തിൽ യഥാർത്ഥ സന്തോഷം വിരിയും. ആ സന്തോഷം ബന്ധങ്ങളെ സ്നേഹപൂർണമാക്കും. അവസാനം ഒറ്റ ചോദ്യം മാത്രം, ഇനി ആരുടെയെങ്കിലും വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കാരണം മറ്റൊരാളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നന്ദി, നമസ്കാരം.